കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഇടനില പ്രശ്നം വിദേശ പഠനവും വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ഈ സദസ്സിലുള്ളത് വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാക്കാം. ഈ ഏറ്റവും കൂടുതൽ ഇടനില വരുന്നത് അല്ലെങ്കിൽ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു, ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഈ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാർ സൃഷ്ടിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാടാ. അവിടെ പോയി സ്ഥാപനങ്ങൾ വരട്ടെ, സ്ഥാപനങ്ങൾ വരുന്നതല്ലാതെ വ്യക്തികൾ സംവിധാനങ്ങളായി മാറുകയാണ്. 6 മാസം അവിടെ പോയി ഡിപെൻഡന്റ് വിസയിൽ നിൽക്കുന്നവരും ഈ ഇടനില പണിയെടുക്കുകയാണ് അവിടെ. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ അത് ചിലപ്പോ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കോ വാട്സാപ്പോ വഴിയാവാം. ഇതിൽ പലരും ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പുതിയ തലമുറയെ വഞ്ചിക്കുന്നുണ്ട്. അത് ഇടനിലയാണ്. അവര് ലക്ഷക്കണക്കിന് പോവാണ്. നമ്മളെ വീട് പണയം വെച്ചും ലോൺ എടുത്തും കുട്ടികളെ അവിടെ പറഞ്ഞേക്കാൻ അതില്ലാതായി പോകുന്നു. ഇതിനുള്ള മറുപടി അല്ല, വേറൊരു കാര്യം പറയാനാണ്. ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ റീസെന്റ് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് സെല് ചെയ്യുന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ ഒരാളെ ഹയർ ചെയ്തു സെയിൽസിനായിട്ട്. ഒരു മാസം ഇത്ര രൂപ ശമ്പളവും ഫിക്സ് ചെയ്ത് സെയിൽസിന് വിട്ടു. അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് ഒക്കെ എടുത്ത് അവന്റെ ടാർഗറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇവൻ ഈ ഓർഡറിന്റെ അടുത്ത് ചെന്ന് പറയാണ്, നിനക്ക് ഞാൻ 50 ഓർഡേഴ്സ് ഒരു മാസം എടുത്തുകൊണ്ട് തരാം, എനിക്കൊരു 10% കമ്മീഷൻ ആയി തന്നാൽ മതി എന്ന് എക്സ്ട്രാ പറഞ്ഞു. ഈ ഡീല് അവൻ എനിക്ക് നേരിട്ട് നിനക്ക് ശമ്പളം തരുന്നല്ലേ, ഡയറക്റ്റ് പോയി വിറ്റാ പോരെ, നീ എന്തിനാ കമ്മീഷൻ ചോദിക്കുന്നുള്ള രീതിയിൽ അവൻ അവിടെ ഫയർ ചെയ്ത് പറഞ്ഞു വിട്ടു. ശരിക്കും ബുദ്ധിപരമായി നോക്കുവാണെങ്കിൽ ഓണർ അവൻ പറഞ്ഞ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്ത് ആ ഡീല് ഓക്കെ ആക്കി എടുക്കുവായിരുന്നെങ്കിൽ ഇന്ന് അവന്റെ കമ്പനി പണ്ടേ രക്ഷപ്പെട്ടേനെ. അവന് ലാഭം ഉണ്ടായിരുന്നു, കമ്പനി ഓണർക്ക് ലാഭം ഉണ്ടായിരുന്നു. ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഈ കൊണ്ടുവരുന്ന ഡീലുകളും ആൾക്കാർ വയ്ക്കുന്ന ബ്രോക്കറേജും നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ പല കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.